അപ്പം മോനാണ് കണ്ടത് ഈ കാലിന്റെ അവിടുന്ന് പുഴു മൊത്തം ഈ ബെഡിലും ഈ മുറിവിന്റെ അവിടുന്ന് പുഴു വന്ന് വീഴുന്നത്. അപ്പോഴെന്നെ മോൻ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു ഇത് പുഴുവിനെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് കുഴപ്പമില്ല, ഡ്രസ്സ് ചെയ്യാം, വൃത്തിയാക്കാം എന്ന് പറഞ്ഞു. എന്നിട്ടും ഒന്നും ചെയ്തില്ല. കുറെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു മരുന്ന് എഴുതി തന്നിട്ട് പറഞ്ഞു അത് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. കൊച്ചു വന്ന് മരുന്ന് വാങ്ങിച്ചു കൊണ്ട് ചെന്നിട്ടും മരുന്ന് വാങ്ങിച്ച് കൊടുത്തിട്ട് പോലും അവർ വന്ന് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ പാരിപ്പള്ളി നിൽക്കുക, 3 മണിക്ക് നടക്കുന്ന സംഭവമാണ്. അപ്പൊ മോൻ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഇതാണ് അച്ഛന്റെ കാലിൽ നിന്ന് പുഴു വരുന്നുണ്ട്, എനിക്ക് പേടിയാവുന്ന അമ്മ അച്ഛനും കൂടെ പെട്ടെന്ന് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടുന്ന് ഇവിടെ വന്ന് വാർഡിൽ വന്ന് അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് ആ അച്ഛൻ ആ കാലിലും അടിഭാഗം മൊത്തം പുഴു വീണോണ്ടിങ്ങനെ ഇരിക്കുവാണ്. അത് നല്ല സ്മെല്ലും, അടുത്ത് കിടക്കുന്നവർ അവർക്ക് തന്നെ സഹിക്കാൻ വയ്യാത്ത സ്മെല്ലും. അപ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെയാണ് ഡോക്ടറുമായിട്ട് സംസാരിച്ച്, നമ്മൾ ഡോക്ടറില്ല അവിടെ ഇരുന്ന നഴ്സുമായിട്ട് സംസാരിച്ച് നമ്മൾ ഇച്ചിരി സംസാരിച്ച് വഴക്കായി. അതിന് നമ്മളവിടെ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷമാണ് അവർ ഡോക്ടറിനെ വിളിച്ച് വരുത്തിയിട്ട് അവിടെ കൊണ്ടുപോയി ഇപ്പം ആ മുറിവെല്ലാം അഴിച്ച് ആ പുഴുവിനെല്ലാം മരുന്നൊഴിച്ച് പുറത്ത് കളഞ്ഞിട്ട് വൃത്തിയാക്കി ഇപ്പം ഡ്രസ്സ് ചെയ്ത് വാർഡിലോട്ട് മാറ്റിയത്. അക്ഷയ കൃഷ്ണാനന്ദപുരങ്ങൾ നൽകും. അക്ഷയ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് എപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞത്? അതിന് പിന്നാലെ എന്ത് സംഭവിച്ചു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്? ദിവ്യ, 28-ാം തീയതിയാണ് രാജേന്ദ്ര പ്രസാദിന് അപകടം സംഭവിക്കുന്നത്. ആ ദിവസം തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചതും അന്ന് തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. അതായത് കാല് നല്ല രീതിയിൽ തന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു, എല്ലും പൊട്ടിയിട്ടുണ്ടായിരുന്നു, മാംസമെല്ലാം തന്നെ പുറത്തു വന്ന നിലയിലായിരുന്നു രാജേന്ദ്ര പ്രസാദിനെ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോൾ ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള ശസ്ത്രക്രിയയാണ് 28-ാം തീയതി നടന്നത്. ഇനി പ്ലാസ്റ്റിക് സർജറിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ശസ്ത്രക്രിയകളും നടക്കാനുണ്ട്. ഇതിപ്പോൾ പ്രാഥമികമായിട്ടുള്ള ശസ്ത്രക്രിയ നടന്നത് 28-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് 5 ദിവസം ആയിട്ടേ ഉള്ളൂ. അതായത് ഇന്ന് 1-ാം തീയതി ആയിട്ടേ ഉള്ളൂ. ഈ ദിവസം വരെയും ക്ലീൻ ചെയ്തിട്ടില്ല, അതായത് ആ മുറിവ് വൃത്തിയാക്കിയിട്ടില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം കാരണമാണ് ഇയാളുടെ കാലിൽ പുഴുവരിച്ചത് എന്നുള്ളതാണ് ബന്ധുക്കളടക്കം ആരോപിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന കൊച്ചുമോനാണ് പുഴുവരിക്കുന്നതായി കണ്ടത്. അതിനുശേഷം അവിടുത്തെ നഴ്സിനെ വിവരം അറിയിച്ചെങ്കിലും അവരൊരു ഗുളിക വാങ്ങാൻ പറഞ്ഞു. അത് 3 മണിക്കാണെന്നുള്ളതാണ് കൂടെ ഉണ്ടായിരുന്ന വിദ്യ, അതായത് മകന്റെ ഭാര്യ നമ്മളോട് പറയുന്നത്. അതിനുശേഷം പിന്നീട് 6 മണിക്കും ഈ ഒരു കാര്യം വിളിച്ച്, അതുവരെയും നഴ്സും ഒന്നും വരാതെ സമയത്താണ് വീണ്ടും വീട്ടിലേക്ക് വിളിച്ച ആ കൊച്ചുമകൻ കാര്യം പറഞ്ഞ് അങ്ങനെ അവരെത്തി പ്രശ്നമുണ്ടാക്കിയതിനു ശേഷമാണ് ഇയാളെ രാജേന്ദ്ര പ്രസാദിനെ അവിടെ നിന്ന് മാറ്റുന്നത്, ICUവിലേക്ക് മാറ്റി. അപ്പോഴും ഡോക്ടർ വന്നിട്ടില്ല. ഡോക്ടർ വരണമെന്ന് കൂട്ടിരിപ്പുകാർ നിർബന്ധം പിടിച്ചു, ഡോക്ടർ എത്തിയില്ല. അതിനുശേഷം പിന്നീട് ഇയാളെ വീണ്ടും മാറ്റി ആ മുറിവെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ കൂട്ടിരിക്കുന്നവരെല്ലാം തന്നെ നമ്മോട് പറഞ്ഞത്. തികഞ്ഞൊരു അനാസ്ഥയാണ് അവിടെ നടന്നിട്ടുണ്ടായത്. ചിലപ്പോൾ ശ്രദ്ധ വിട്ടുപോയതായിരിക്കാം. എന്നിരുന്നാൽ പോലും ഈ ശസ്ത്രക്രിയ ICUവിൽ ഇരിക്കുന്ന ഒരാളുടെ മുറിവ് അവർക്കറിയാത്ത കാര്യമല്ല. സ്വാഭാവികമായിട്ടും അയാൾക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ഡെയിലി അത് വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ളത് അവിടെ ഉള്ളവർ ചെയ്യേണ്ട കാര്യമാണ്. ഇത് ചെയ്തില്ല എന്നുള്ളതാണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെയാണ് പരാതി ഉയർന്നത്. അവിടെ വെച്ച് ശസ്ത്രക്രിയ കഴിഞ്ഞയാളുടെ കാലിൽ പുഴു കണ്ടെത്തി എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വിവരങ്ങളാണ് അക്ഷയ് നൽകിയത്.